Hi everyone, welcome to Fundamentals of Investment class. Today we are going to study bond valuation. Valuation of bond means finding out the fair value of a bond. Value of the bond is equal to the present value of its expected cash flows. The cash flow from a bond consists of annual interest payments as well as principal repayment at maturity. These cash flows have to be discounted at an appropriate discount rate to determine their present value using the following formula: P0 is equal to sigma t is equal to 1 to n I divided by 1 plus k the whole raised to t plus mv divided by 1 plus k the whole raised to n. സോ ഒരു ബോണ്ടിൻ്റെ ഫെയർ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് ഡിസ്കൗണ്ടിങ് മെത്തേഡാണ്, അല്ലെങ്കിൽ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത്. അതായത് ഫ്യൂച്ചറിൽ ലഭിക്കുന്ന ക്യാഷ് ഇൻഫ്ലോയുടെ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുക. ആ ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ആയിരിക്കും ആ ബോണ്ടിൻ്റെ ഫെയർ വാല്യൂ അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് ആയി മാറേണ്ടത്. ആ കാൽക്കുലേഷൻ നടത്താനായിട്ട് നമ്മൾ പ്രസൻറ്റ് വാല്യൂ ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ബോണ്ടിനെ സംബന്ധിച്ചുള്ള ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത്, ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് ഓരോ വർഷവും ലഭിക്കുന്ന ഇൻട്രസ്റ്റ് എമൗണ്ടും കൂടാതെ മെച്യൂരിറ്റി ആകുന്ന സമയത്ത് കിട്ടുന്ന പ്രിൻസിപ്പൽ എമൗണ്ട്, ഇൻവെസ്റ്റർക്ക് തിരികെ കിട്ടുന്ന പ്രിൻസിപ്പൽ എമൗണ്ട്, ഈ എമൗണ്ടിൻ്റെ എല്ലാം പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിച്ച് അതിൻ്റെ ടോട്ടൽ എടുക്കുക. അതാണ് ബോണ്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ആൻഡ് ദ പ്രോസസ് ഈസ് കോൾഡ് ബോണ്ട് വാല്യുവേഷൻ. അതിനുള്ള ഇക്വേഷൻ ഇതാണ്: P0 is equal to sigma t is equal to 1 to n I divided by 1 plus k the whole raised to t plus mv divided by 1 plus k the whole raised to n, where P0 കറണ്ട് പ്രൈസ് ഓഫ് ദി ബോണ്ട് അല്ലെങ്കിൽ വാല്യൂ ഓഫ് ദി ബോണ്ടാണ് P0 എന്ന് പറയുന്നത്. I is equal to ആനുവൽ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്, ഓരോ വർഷവും ലഭിക്കുന്ന ഇൻട്രസ്റ്റ് എമൗണ്ടാണ് I എന്ന് കൂടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഒന്നിൽ കൂടുതൽ എമൗണ്ടാണ്, ഈക്വൽ എമൗണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ സമ്മേഷൻ കൊടുത്തിരിക്കുന്നത്, സിഗ്മ t is equal to 1 to n എന്നുള്ളത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം എം വി ആണ്. എം വി മീൻസ് മെച്യൂരിറ്റി വാല്യൂ ഓഫ് ദി ബോണ്ട്. മെച്യൂരിറ്റി ആവുന്ന സമയത്ത് കിട്ടുന്ന എമൗണ്ട്, അത് പ്രിൻസിപ്പൽ എമൗണ്ടാണ് മെയിനായിട്ട് കിട്ടുക. എൻ ഈസ് നമ്പർ ഓഫ് ഇയേഴ്സ് ടു മെച്യൂരിറ്റി. അറ്റ് പ്രസൻറ്റ് എത്ര വർഷമാണ് ഇനി അത് മെച്യൂരിറ്റിക്ക് ഉള്ളത്, ആ ടൈം പീരീഡിനെയാണ് എൻ എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്. നമ്പർ ഓഫ് ഇയേഴ്സ് ടു മെച്യൂരിറ്റി ആൻഡ് കെ ഈസ് ഇക്വൽ ടു ദ അപ്രോപ്രിയേറ്റ് ഡിസ്കൗണ്ട് റേറ്റ്. സാധാരണ ഈൽഡ് ടു മെച്യൂരിറ്റി എന്ന് പറയുന്ന ആ റേറ്റ് ഓഫ് റിട്ടേൺ ആണ് നമ്മളിവിടെ അപ്രോപ്രിയേറ്റ് ഡിസ്കൗണ്ട് റേറ്റ് ആയിട്ട് എടുക്കാറുള്ളത്. സോ ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ബോണ്ട് വാല്യുവേഷൻ, ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്കിൽ ബോണ്ട് വാല്യുവേഷൻ ചെയ്യാനുള്ള ഇക്വേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. A bond of face value ₹1,000 was issued 5 years ago at a coupon rate of 10%. The bond had a maturity period of 10 years and hence 5 more years are left for the final repayment at par. If the current market interest rate is 14%, what is the value of this bond? So ഫേസ് വാല്യൂ 1000 റുപ്പീസും തന്നിട്ടുണ്ട്, കൂപ്പൺ റേറ്റ് 10%. സോ 10% ഓഫ് 1000 ആണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്, ആനുവൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. സോ 100 റുപ്പീസാണ് ഐ ആയിട്ട് എടുക്കേണ്ടത്. ദ ബോണ്ട് ഹാഡ് എ മെച്യൂരിറ്റി പീരീഡ് ഓഫ് 10 ഇയേഴ്സ്. മെച്യൂരിറ്റി പീരീഡ് തന്നിട്ടുണ്ട് 10 ഇയേഴ്സ്, പക്ഷെ അതല്ല എന്നായിട്ട് എടുക്കേണ്ടത്. കാര്യം എന്തുകൊണ്ടാണ്? ഇറ്റ് വാസ് ഇഷ്യൂഡ് 5 years ago എന്ന് പറയുന്നുണ്ട്. എ ബോണ്ട് ഓഫ് ഫേസ് വാല്യൂ ₹1000 വാസ് ഇഷ്യൂഡ് 5 years ago. അറ്റ് പ്രസൻറ്റ് അല്ല അത് ഇഷ്യൂ ചെയ്യുന്നത്, ഇറ്റ് വാസ് ഇഷ്യൂഡ് 5 years ago ആൻഡ് ഹെൻസ് 5 more years ലെഫ്റ്റ് ഫോർ ദി ഫൈനൽ റീപേയ്മെൻറ്റ്. നമ്മൾ പ്രസൻറ്റിലുള്ള
വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ഇനി അതിന് എത്ര കാലാവധിയുണ്ട് മെച്യൂരിറ്റി ആകാനായിട്ട്? സോ 5 more years only. സോ n is equal to 5. n ഒരിക്കലും 10 ആയിട്ട് എടുക്കരുത്, n 5 ആയിട്ടും എടുക്കണം. കാര്യം ഫ്രം ദ പ്രസൻറ്റ് ടൈം till the time of maturity only 5 years is left. ബിക്കോസ് ആൾറെഡി 5 വർഷം കഴിഞ്ഞ ഒരു ബോണ്ടാണ് മാർക്കറ്റിൽ, സെക്കൻഡറി മാർക്കറ്റിൽ അതിപ്പോഴും വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു ബോണ്ടാണ്. അപ്പോൾ ഇപ്പോഴും വാങ്ങുന്ന ആൾ എത്ര വാല്യൂ കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് നമ്മൾ ബോണ്ട് വാല്യൂഷന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഹിയർ n is equal to 5 years only. ഇഫ് ദ കറണ്ട് മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് 14%. ഇപ്പോഴത്തെ മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്, അതായത് RBI ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്, RBI നൽകുന്ന ബാങ്ക് റേറ്റ് 14% ആണ് എങ്കിൽ വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് ദി ബോണ്ട്? ആ ഒരു ഡിസ്കൗണ്ട് റേറ്റ്, അപ്പോൾ ഡിസ്കൗണ്ട് റേറ്റ് അതായത് K ആയിട്ട് നമ്മൾ എടുക്കേണ്ടത് 14% ആണ്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ P0 എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഐയുടെ വാല്യൂ ഫേസ് വാല്യൂ 1000 ആണ്, അതിൻ്റെ 10% ആണ് കൂപ്പൺ റേറ്റ്. സോ I is equal to 100. മെച്യൂരിറ്റി വാല്യൂ എന്ന് പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, പ്രോബ്ലത്തിൽ പറയുന്നുണ്ട് ദ ബോണ്ട് ഹാഡ് എ മെച്യൂരിറ്റി പീരീഡ് ഓഫ് 10 years and hence 5 more years are left for the final repayment at par. ഫൈനൽ റീപേയ്മെൻറ്റ് അറ്റ് പാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് വാല്യൂ ആണ് റിഡീം ചെയ്യുന്നത്, റിഡംഷന് വേണ്ടിയിട്ട് നൽകുന്നത്, റിഡീം ചെയ്ത് നൽകുന്നത് ഫേസ് വാല്യൂ ആണ്. അറ്റ് പാർ മീൻസ് ഫേസ് വാല്യൂ. അത് പ്രീമിയത്തിലായിരുന്നെങ്കിൽ അതിനേക്കാളും കൂടുതലായിരിക്കും, ഡിസ്കൗണ്ടിലാണെന്നുണ്ടെങ്കിൽ പ്രിൻസിപ്പൽ എമൗണ്ടിനേക്കാളും കുറവായിരിക്കും. പക്ഷേ ഇവിടെ അറ്റ് പാർ എന്ന് പറഞ്ഞതുകൊണ്ട് മെച്യൂരിറ്റി വാല്യൂ ഫേസ് വാല്യൂ തന്നെയാണ്. സോ MV is equal to 1000. K മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് K ആയിട്ട് എടുക്കേണ്ടത് 14%, ദാറ്റ് ഈസ് 0.14. n is equal to 5. സോ ഈ വാല്യൂസ് നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Therefore present value of the bond P0 is equal to sigma T is equal to 1 to n I divided by 1 plus K the whole raised to T plus MV divided by 1 plus K the whole raised to n. ഇതിലേക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. P0 is equal to sigma T is equal to 1 to 5, 100 divided by 1 plus 0.14 the whole raised to T plus 1000 divided by 1 plus 0.14 the whole raised to 5. സോ ഇത് നമുക്ക് മാത്തമാറ്റിക്കലായിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം, കാൽക്കുലേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. കുറേ കൂടി സിംപ്ലിഫൈ ചെയ്യാനായിട്ട് നമുക്ക് പ്രസൻറ്റ് വാല്യൂ ടേബിൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം, വലിയ കാൽക്കുലേഷൻ ഒന്നും ആവശ്യമായിട്ട് വരില്ല. സോ ഇവിടെ ഞാൻ ആ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്, പ്രസൻറ്റ് വാല്യൂ ടേബിൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ 100 റുപ്പീസിൻ്റെ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കണം. 100 റുപ്പീസ് എന്ന് പറയുന്നത് 5 yearsലും കിട്ടുകയാണ്, അപ്പോൾ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം കിട്ടുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ ആനുവിറ്റി ഫോർ 5 years 14% കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 100 ഇൻറ്റു പ്രസൻറ്റ് വാല്യൂ ആനുവിറ്റി ഫാക്ടർ 5 years 14% പ്ലസ് ഇനി കണ്ടുപിടിക്കേണ്ടത് മെച്യൂരിറ്റി വാല്യൂ ആയിട്ടുള്ള 1000ൻ്റെ പ്രസൻറ്റ് വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇവിടെ 1000 ഇൻറ്റു പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ 5 years 14%. സോ ടേബിൾ എടുക്കുക, ടേബിളിൽ നോക്കുക 5 years 14%. ഡേറ്റ എടുക്കുക, ഡേറ്റ ടേബിളിൽ നോക്കിയാൽ കാണാൻ കഴിയും 3.433 എന്നുള്ള വാല്യൂ ആണ് കിട്ടുക. പ്രസൻറ്റ് വാല്യൂ ആനുവിറ്റി ടേബിൾ വേണം ഉപയോഗിക്കാൻ. ആനുവിറ്റി ടേബിൾ മാറിപ്പോകരുത്, അത് കറക്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 5 വർഷത്തിൻ്റെ നേരെ 14% നോക്കിക്കഴിഞ്ഞിരുന്നാൽ PVAF അതായത് പ്രസൻറ്റ് വാല്യൂ ആനുവിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് 3.433 എന്ന് കാണാൻ സാധിക്കും. സിമിലർലി പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ 5 years 14%, അതായത് പ്രസൻറ്റ് വാല്യൂ ടേബിൾ എടുക്കുക, ആനുവിറ്റി ടേബിൾ അല്ല ഫസ്റ്റ് ടേബിൾ എടുത്തു കഴിഞ്ഞിരുന്നാൽ അതിൽ 5 വർഷത്തിൽ 14% നോക്കിക്കഴിഞ്ഞിരുന്നാൽ കാണാൻ സാധിക്കും പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ ഈക്വൽ ടു 0.519. അപ്പോൾ മുകളിലെ ഇക്വേഷനിൽ ഇത് മൾട്ടിപ്ലൈ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. P0 is equal to 100 into 3.433 plus 1000 into 0.519. That will come P0 is equal to 343.3 plus 519
So the total is 862.3. This is the fair value of this particular bond as per the discounted cash flow technique. അപ്പോൾ പ്രസൻറ്റ് വാല്യൂ അല്ലെങ്കിൽ ഫെയർ വാല്യൂ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഈസിയാണ്. ഇവിടെ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് തന്നിട്ടുണ്ടായിരിക്കും. ആ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസ്കൗണ്ട് റേറ്റ് ആയിട്ട് എടുത്തുകൊണ്ട് നമ്മൾ ഇൻട്രസ്റ്റ് എമൗണ്ടിൻ്റെയും പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുക, മെച്യൂരിറ്റി വാല്യൂൻ്റെയും പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുക. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ബോണ്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്ന P0 കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, hope you understood the concept. Let us conclude. Thank you.